സാറേ, നമ്മളുടെ ഹൈബ്രിഡ് പ്ലാനിനെ കുറിച്ച് സാറ് ഇനി ചെയ്യാൻ വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെയുള്ള പാരൻസിനൊക്കെ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാലോ. നമ്മുടെ ഹൈബ്രിഡ് പ്ലാൻ എന്ന് പറഞ്ഞാലേ, കുട്ടി ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് 2 ദിവസം കൊണ്ടായിരിക്കും. അതായത് ഒരു ദിവസം ഓഫ്ലൈൻ ആയിട്ടും നെക്സ്റ്റ് ഡേ ഓൺലൈൻ ആയിട്ടും. അപ്പോൾ ഫസ്റ്റ് ഡേ കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നു, ഓഫ്ലൈൻ ക്ലാസ് ആണ്, ക്ലാസ്സിലേക്ക് വരുന്നു. അവിടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബോട്ടണിയുടെയും സുവോളജിയുടെയും ഓഫ്ലൈൻ ക്ലാസ് കേൾക്കുന്നു. നെക്സ്റ്റ് ഡേ ഓൺലൈൻ ഡേ ആണ്. ഓൺലൈൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പ്രിപ്പറേഷൻ ഡേ ആണ്. കുട്ടിക്ക് കുട്ടിയുടേതായ രീതിയിൽ അതേ ടോപ്പിക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാനും നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതിനൊപ്പം മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം, BYQവിൻ്റെ ബുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഈ മെറ്റീരിയലുകളെല്ലാം യൂസ് ചെയ്ത് സെൽഫ് പ്രിപ്പറേഷൻ നടത്താനുള്ള ഡേ ആണ് സെക്കൻഡ് ഡേ. അപ്പോൾ ആ ഡേയിൽ ഇപ്പോൾ തലേന്ന് കേട്ട ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് തോന്നുകയാണ്, ഏതെങ്കിലും ടോപ്പിക് ഒന്നുകൂടി കേട്ടാൽ കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിലൊക്കെ കുട്ടിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 2 ദിവസം കൊണ്ട് ഒരു ടോപ്പിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് തേർഡ് ഡേ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടി അന്ന് ആദ്യം ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ദിവസം പഠിച്ച ടോപ്പിക് എന്നുള്ള എക്സാം എഴുതണം. ആ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും തേർഡ് ഡേയിലെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് കുട്ടി കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ടോപ്പിക് ഒരിക്കലും റെഫർ ചെയ്യേണ്ടി വരില്ല. അത്രയ്ക്ക് പക്കയായിരിക്കും ആ ടോപ്പിക് അവൻ്റെ മനസ്സിൽ.